എപ്പിഫനി. ഞങ്ങൾ ഈ തിരുനാൾ ആഘോഷിച്ചത് ചെറിയൊരു പള്ളിയിലാണ്, മൊററാന് പള്ളിയിൽ. സാവൂൾ കുതിരപ്പുറത്തു നിന്നും വീണു അന്ധനായി 3 ദിവസങ്ങൾ പട്ടിണിയിൽ കഴിഞ്ഞു. സാവൂളിന്റെ വീഴ്ചയ്ക്ക് അത്രയും ശക്തിയുണ്ടായിരുന്നു. ആ അന്ധതയിലാണ് സാവൂൾ കാണേണ്ടത് കണ്ടത്. ആ വീഴ്ചയിൽ നിന്നും പൗലോസായി അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. അദ്ദേഹത്തിന് മാത്രമായി ഒരു എപ്പിഫനി അനുഭവം. നാം ഒക്കെ കുതിരപ്പുറത്താണ്. മുകളിൽ ഇരിക്കുമ്പോൾ കാഴ്ചകൾക്ക് കൂടുതൽ ഭംഗിയുണ്ട്. താഴെ വീഴാൻ നാം നമ്മെ വിട്ടുകൊടുക്കാറില്ല. അധികാരം, സുഖജീവിതം, ഈ കുതിരപ്പുറത്ത് നിന്ന് നാം വീഴണം. നശ്വരതയ്ക്ക് മുൻപിൽ നാം അന്ധരാകണം. എങ്കിലേ അനശ്വരമായത് കാണുവാൻ കാഴ്ച ലഭിക്കുകയുള്ളൂ. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രവാചകൻ ഇന്ന് വന്നാൽ ജെറമ്യ പ്രവാചകന് ലഭിച്ച അനുഭവം ആവർത്തിക്കും. ഒരുപക്ഷെ ജീവനോടെ തീയിലിടും. നമ്മെ വിളിച്ച തമ്പുരാന്റെ കൽപ്പനയല്ലേ നാം സ്വീകരിക്കേണ്ടത്? നമ്മുടെ സേവന മേഖലകൾ നാം തന്നെ തിരഞ്ഞെടുത്ത് ഈശോയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി നാം ഈശോയെ സഹായിക്കണം. ഒരു പള്ളി വികാരി സ്ഥിരം കാണുന്നവരോട് മാത്രം സുവിശേഷം പറഞ്ഞിരുന്നാൽ മതിയോ? അധികാരസ്ഥാനത്തിരിക്കുന്ന വൈദികൻ തന്റെ അടുക്കൽ വരുന്നവർക്ക് മാത്രമായി ഉള്ളവനാണോ? ആണെങ്കിൽ കുതിരപ്പുറത്തു നിന്നും അവർ വീഴണം. വിശുദ്ധ ഫ്രാൻസിസ് തന്റെ അധ്യാപന വൃത്തിയിൽ കുതിരപ്പുറത്തു നിന്നും വീണ് അന്ധനായി. പിന്നെ വെളിച്ചം കിട്ടിയപ്പോൾ ഭാരതത്തിലെത്തി. തോമസ് ലീഹായും വിശുദ്ധ ഫ്രാൻസിസും ഭാരതത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ സുവിശേഷം പ്രസംഗിക്കപ്പെടുകയില്ലേ? ഉവ്, പിന്നീടൊരിക്കൽ. എന്നാൽ അന്നുള്ളവർക്ക് ഇവരുടെ അഭാവം വലിയൊരു വിടവ് ഉണ്ടാക്കുമായിരുന്നു. അതാണ് വിശുദ്ധരുടെ മഹത്വം. രോഗിയായ ഒരു ദേഹത്തെ വൃത്തിയാക്കി കൊടുക്കുന്ന നഴ്സ് നല്ല പ്രവൃത്തി ചെയ്യുന്നു. അവരുടെ അഭാവത്തിൽ അത് മറ്റൊരാൾ ചെയ്യുന്നുവെങ്കിൽ ആദ്യത്തെയാൾ തന്റെ അഭാവം മൂലം ഒരു വിടവ് ഉണ്ടാക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പല സേവന മേഖലകളും. നാം സേവനം ചെയ്യുന്ന ഇടങ്ങളിൽ നമ്മളില്ലെങ്കിലും വേറെ ആരെങ്കിലും സേവനത്തിനെത്തും. പക്ഷേ നാം ഇല്ലായിരുന്നുവെങ്കിൽ അവിടെ ഉണ്ടാകുമായിരുന്ന വിടവിന്റെ വലിപ്പമനുസരിച്ചാണ് നമ്മുടെ മഹത്വവും വിലയും. ഇതുതന്നെയാണ് സന്യാസ സഭകളുടെ കാര്യത്തിലും. പട്ടിക്ക് മീശ മുളച്ചാൽ ക്ഷുരകന് എന്തു നേട്ടം? ഈ സന്യാസികളിലൂടെ ഈശോയ്ക്ക് നേട്ടമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് നേട്ടം? അവരുടെ സഭയ്ക്ക് മാത്രം. അവരൊരുക്കിയ പദ്ധതി അവർ നടത്തും. അത് തമ്പുരാൻ ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും. ഇത് അവരുടെ തിരഞ്ഞെടുപ്പാണ്. ഈശോയുടെ വിളിയാകണമെന്നില്ല. പൗലോസ് കുതിരപ്പുറത്ത് തന്നെ ആയിരുന്നുവെങ്കിൽ എത്രയോ വലിയ വിടവാണ് ക്രൈസ്തവർക്ക് ഉണ്ടാകുമായിരുന്നത്. അദ്ദേഹം താഴെ വന്നതുകൊണ്ട് ജൂതന്മാർക്ക് വലിയ കോട്ടം വന്നില്ലെങ്കിലും ക്രൈസ്തവ സഭയ്ക്ക് അതൊരു വലിയ നേട്ടമായി. നാം നമ്മുടെ കുതിരപ്പുറങ്ങളിൽ നിന്ന് വീഴുന്നില്ലെങ്കിൽ വിളിച്ചവന്റെ മുൻപിൽ നാം വട്ടപൂജ്യമായിരിക്കും. നാം വീഴണം. സുവിശേഷത്തിനായി അകലെ പോയി ജീവൻ ബലിയർപ്പിച്ച മിഷണറിമാരുടെ കഥ പറയുന്ന മ്യൂസിയങ്ങൾ യൂറോപ്പിൽ പലയിടത്തും കാണാം. നമ്മുടെ നാട്ടിൽ വിരലിൽ എണ്ണാവുന്ന സംഭവങ്ങൾ മാത്രം. കാരണം നാം കുതിരപ്പുറത്ത് തന്നെയാണ്. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.